ടെട്രാസൈക്ലിൻ ഏതിൽ ഒഴിവാക്കണം അല്ലേ? ടെട്രാസൈക്ലിൻ എടുക്കുമ്പം എന്താണ് അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ പാടില്ലാത്തത്? അതാണ് കാര്യം. മിൽക്കാണ് ആൻസർ. ഓക്കെ, മിൽക്ക്, ഡയറി പ്രൊഡക്ട്സ് അപ്പോൾ അത് ഒഴിവാക്കണമെന്ന് പറയുന്നത്. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ഈ ടെട്രാസൈക്ലിൻ ഒരു ആൻറ്റിബയോട്ടിക്കാണ്, ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക്കാണ്. നമ്മുടെ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്, ആക്നെ, റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസിനൊക്കെ സാധാരണ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ആൻറ്റിബയോട്ടിക്കാണ് അല്ലേ? ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക്കാണ് ടെട്രാസൈക്ലിൻ എന്ന് പറയുന്നത്. പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് മിൽക്കിൻ്റെ കൂടെ ഉപയോഗിക്കുമ്പോൾ, ഓക്കെ, പാലുൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് കാൽഷ്യം ഉണ്ടല്ലോ. ഈ ഇത് ഗാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ട്രാക്റ്റിൽ ഇത് എന്താ പറയുന്നത്, കാൽഷ്യമായിട്ട് ഇത് കയറി ബൈൻഡ് ആവുമെന്നാണ് പറയുന്നത്. അങ്ങനെ അത് ഇൻസൊല്യൂബിൾ കോംപ്ലക്സസ് ഫോം ചെയ്തിട്ട് ഇതിൻ്റെ അബ്സോർപ്ഷനെ അത് ബാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ടെട്രാസൈക്ലിൻ മിൽക്കുമായിട്ട് എടുത്തു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് അബ്സോർബ് ചെയ്ത് ബ്ലഡിലോട്ട് എത്തില്ല. കാര്യം മനസ്സിലായി? അതുകൊണ്ടാണ് ഇത് മിൽക്കിൻ്റെ കൂടെ ഉപയോഗിക്കരുതെന്ന് പറയുന്നത്. പക്ഷേ അവിടെ റെഡ് മീറ്റും ബ്രൗൺ റൈസും ഒന്നും ഇതിൻ്റെ അബ്സോർപ്ഷനായിട്ട് ഇൻ്റർഫറൻസ് വരുന്നില്ല. മാറ്റാം. ഗ്രേപ്പ് ഫ്രൂട്ടും വരുന്നില്ല ഇവിടുത്തെ കേസിൽ വേണ്ട. പക്ഷേ വേറെ ഒരു നല്ലൊരു പോയിൻറ്റും ഉണ്ട്, അതും കൂടെ ഞാൻ ചേർത്ത് പറയാം. അതിനു മുമ്പ് കുറച്ച് നല്ല പോയിൻറ്റ്സും കൂടെ ആഡ് ചെയ്ത് തരാം.